ഇത്തിരി പൈനാപ്പിൾ ഏത്തക്കൊക്കെ മേടിക്കാന്ന് വെച്ചാൽ പൈനാപ്പിൾ ജ്യൂസ് ആയിരിക്കും. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടോ? പൈനാപ്പിൾ വെച്ച് അടിപൊളി അച്ചാർ ഉണ്ടാക്കിയത്. സാധാരണ ഈ പൈനാപ്പിൾ വെച്ച് നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ പൈനാപ്പിൾ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയാലോ നിങ്ങാന്ന് വിചാരിച്ചിരിക്കുക. അച്ചാർ തന്നെ നമ്മുടെ ഈ ഏത്തക്കയും പൈനാപ്പിളിന്റെ കിഡിലിന് അച്ചാർ. അപ്പോൾ നിനക്ക് ആ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കും ഇതിന്റെ റെസിപ്പി അറിയാൻ ആഗ്രഹം കാണും. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കയറി കാണുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൈനാപ്പിൾ ബനാന പിക്കിളാണ്, അച്ചാർ. അപ്പം ഐറ്റംസ് എല്ലാം നമ്മൾ റെഡിയാണ്. അപ്പോൾ നേരെ പോയത് ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. അപ്പം നേരെ വീഡിയോയിലേക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ബനാന അച്ചാറാണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ സ്ഥിരം റെസിപ്പിയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ച് നമ്മുടെ അച്ചാർ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള അടിപൊളി അച്ചാർ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഞാൻ ഒരു പൈനാപ്പിൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച നല്ല ഫ്രഷ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൈനാപ്പിൾ എടുത്ത്, ഒരുപാട് പഴുക്കാത്ത ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചെറിയ ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിന് നമുക്ക് മുറിച്ച് കിട്ടണം. ഇത് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഒരു 3/4 ബൗള് പൈനാപ്പിളും 1/4 ബൗള് ഏത്തക്കയും, ഇതാണ് അതിൻ്റെ ഒരു റേഷ്യോ. 3/4 ആ രീതിയിൽ നിന്നാൽ മതി. അപ്പം അത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള നമ്മളൊരു പാൻ എടുത്ത് നന്നായിട്ട് ചൂടാക്കി, നമ്മൾ അടുപ്പത്ത് നന്നായിട്ട് ചൂടാക്കി. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നല്ലെണ്ണ, നമ്മൾ അച്ചാറുണ്ടാക്കാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കടുകിടുക. കടുകിട്ട് നന്നായിട്ട് പടപടയെ നിങ്ങൾ പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉലുവ, നമ്മൾ കുറച്ച് ഉലുവ എടുക്കുക. ഉലുവ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ആ കടുകിനകത്തേക്ക് നമ്മൾ ലേശം ഉലുവ ഇട്ടും അതും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ രണ്ടും നന്നായിട്ട് സെറ്റായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലേശം ഇഞ്ചി, ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഞാനൊരു വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അല്ലി തിരിച്ച് ഒരു വലിയ വെളുത്തുള്ളി വീണ. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മൂപ്പിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഗോൾഡൻ കളറാകുന്ന വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അത് ഇട്ടുക. അതൊന്ന് വാടിച്ചെടുക്കുക. ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുന്നവർ ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഈ പച്ചമുളക് നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്കും നമ്മളിനി കുറച്ച് കറിവേപ്പില, ഞാൻ 2 കറിവേപ്പില ഇട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതും ആ ഒരു എണ്ണയ്ക്കകത്ത് ഇടുന്ന ആ കളർ പച്ച കളറൊന്ന് മാറി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് നമ്മൾ പൊടി ഇടുക. ഞാൻ ഒരു മുളക് പൊടി ഒരു 8 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് നമ്മുടെ മസാല, ഒരു പൊടികളായിട്ട് നമുക്ക് വേണ്ടി 2 ഉള്ളൂ. അപ്പോൾ ഇത് 2 കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി, ഒരുപാട് കരിഞ്ഞു പോകണ്ട. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ പൈനാപ്പിളും ബനാന, നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പൈനാപ്പിളും ബനാന അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനകത്ത് ആഡ് ചെയ്ത് നമ്മളിനി വേവിക്കുകയോ പ്രത്യേകിച്ച് വേവിക്കേണ്ട കാര്യമൊന്നും വേണ്ട. ഇത് നമ്മൾ പച്ചക്ക് തന്നെയാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ പൊടിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചുമല കളർ, നമ്മൾ ആ മഞ്ഞ കളറിൽ നിന്ന് ഏത്തക്കയും പൈനാപ്പിളും നമുക്കൊരു ചുമല കളറിലാവണം. അപ്പോൾ നന്നായിട്ട് ആക്കി കഴിഞ്ഞാൽ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചേക്ക്. ഇനി നമ്മൾ തീയുടെ ആവശ്യമില്ല. നിങ്ങൾ ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരി ഞാൻ അതിനകത്തൊരു 4-5 ടീസ്പൂണോളം. അപ്പോൾ ആവശ്യത്തിന്, നിങ്ങൾക്ക് ആവശ്യത്തിന് അതിനൊരു ചെറിയൊരു വെള്ളമയം കിട്ടുന്ന രീതിയിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച്, പിന്നെ ഇത്തിരി കായപ്പൊടി, നമ്മൾ കായപ്പൊടി ഞാൻ 1 ടീസ്പൂണോളം കായപ്പൊടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ നല്ല തിളപ്പിച്ചാറിച്ച വെള്ളം. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തിളപ്പിച്ചാറിച്ച വെള്ളം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വേറെ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ തിളപ്പിച്ചാറിച്ച വെള്ളം ഇതിനകത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മളിത് ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിൾ ബനാന അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് ബൗളിലേക്ക് അതങ്ങ് സെർവ് ചെയ്ത് മാറ്റുവാണ്. അതൊക്കെ നല്ല ചുമന്ന കളർ പൈനാപ്പിളും. ഇപ്പോൾ നമുക്കൊരു മണം അടിക്കുന്നുണ്ട്, നല്ല കായത്തിൻ്റെ ആ ഒരു എന്താ പറയുക, പൈനാപ്പിളിൻ്റെ അതിൻ്റെയൊക്കെ നല്ല അടിപൊളി ആ ഒരു പൊടികളുടെയൊക്കെ അടിപൊളി മണം അടിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ബനാന അച്ചാർ അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എന്തിനും ഒരു വെറൈറ്റി കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പൈനാപ്പിൾ കൊണ്ട് വെറൈറ്റി ആയിട്ട് നമ്മുടെ അച്ചാർ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല എരിവും നല്ല പുളിയും പിന്നെന്താ നല്ല മധുരവും എല്ലാം ഉള്ള നല്ല അടിപൊളി അച്ചാറാണ്. ഞങ്ങളിപ്പം വീട്ടിൽ സ്ഥിരം ഈ അച്ചാർ തന്നെയാണ് ഇടുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഈ അച്ചാർ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ പൈനാപ്പിൾ ബനാന അച്ചാർ സംഭവം അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് മൊത്തം കാണുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ ഇതുപോലെ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ I'll be signing out. ബൈ ബൈ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.